ഹലോ, ഇന്ന് നമുക്ക് ഒരു കിയ സെൽറ്റോസിൻ്റെ കീ ഫോബിനകത്തുള്ള ബട്ടൺ സെൽ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്ന് നോക്കാം. ആദ്യം ഫിസിക്കൽ കീ പുറത്തേക്കെടുത്ത് ഒരു ചെറിയൊരു സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സ്ലോട്ടിൽ ഒരു സിപ്പർ പുള്ളറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റൊരു കീയോ വെച്ച് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ പാർട്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മതി, പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് വേണം. കാരണം അത് ചെറിയ പ്ലാസ്റ്റിക് പാർട്ടായതുകൊണ്ട് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ നെയിൽ വെച്ചിട്ടോ മറ്റോ ചെറുതായിട്ടൊന്ന് പുൾ ചെയ്തെടുത്താൽ അത് സെപ്പറേറ്റായി വരും. കുറച്ചൊന്ന് ട്രിക്കിയാണ്, കെയർഫുള്ളായിരിക്കണം. ഇനി നമുക്ക് ബട്ടൺ സെൽ അകത്ത് ഈ രീതിയിൽ കാണാം. ഇത് സെയിം ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ടൂൾ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രഷർ അപ്ലൈ ചെയ്താൽ അത് പോപ്പായി വരും, പുറത്തേക്കൊന്ന് ചാടി വരും. ഇനി ഏറ്റവും കോമൺ ആയിട്ട് ഈ സെൽ കാണുന്നത് CR2032 എന്ന 3 വോൾട്ട് സെല്ലായിരിക്കും. ഇത് വളരെ എളുപ്പത്തിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അവൈലബിൾ. ഒരു 150 റുപ്പീസിൻ്റെ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ്. ഈവൻ സൂപ്പർ മാർക്കറ്റ്സിൽ പോലും ഇത് അവൈലബിൾ ആണ്. വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബട്ടൺ സെല്ലാണ് ഇത്, CR2032 3 വോൾട്ട്. ഈ പഴയ സെൽ മാറ്റി നമുക്ക് പുതിയ ബട്ടൺ സെൽ അതേ പൊസിഷനിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്ത് ഇൻസേർട്ട് ചെയ്താൽ മതി. പ്ലസും മൈനസും മാറിപ്പോകരുത്. എങ്ങനെയാണോ ഊരിയെടുത്ത് അതേ രീതിയിൽ തന്നെ അതേ പൊസിഷനിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. ഇനി കറക്റ്റ് പൊസിഷനിൽ വെച്ച് കീ ഫോബ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അത് തന്നെ ലോക്ക് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതേ കാര്യം സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ബട്ടൺ സെൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം അവരൊരു 350 to 400 ചാർജ് ചെയ്യും. Hope this video was useful. Thank you.